presents Times of Kuwait. Life fun easy. Powered by ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ മൂന്നാമത് ശാഖ കുവൈറ്റ് അബ്ബാസിയയിൽ in association with Joya Lucas. Women, we salute you. സൗഹൃദപരമായ സംവാദങ്ങളാണ് സമാധാനത്തിന്റെ അടിസ്ഥാനം. അത്തരത്തിലുള്ള എല്ലാ സംവാദങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരു ചെറുപുഞ്ചിരിയോടെ ആവട്ടെ. ഈ ചിന്ത പങ്കുവെച്ചുകൊണ്ട് ലുലു ടൈംസ് ഓഫ് കുവൈറ്റ് പവേർഡ് ബൈ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. കുവൈറ്റിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എത്തുന്ന ധാരാളം വിശിഷ്ടാതിഥികളുണ്ട്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മളുടെ ആദ്യ സെഗ്മെന്റ് ഗസ്റ്റ് ഓഫ് ദ വീക്ക്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പ്രസിദ്ധമായ ഒരു വാചകം, ദ വേൾഡ് സഫേഴ്സ് എ ലോട്ട് നോട്ട് ബിക്കോസ് ഓഫ് ദ വയലൻസ് ഓഫ് ദ ബാഡ് പീപ്പിൾ ബട്ട് മോർ ബിക്കോസ് ഓഫ് ദ സൈലൻസ് ഓഫ് ദ ഗുഡ് പീപ്പിൾ. എത്ര ശരിയാണ്. ഇന്ന് നമ്മോടൊപ്പം മറ്റാരുമല്ല, ആദരണീയനായ അന്തരിച്ച ശ്രീ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സഹോദരനും മുൻ യൂത്ത് ലീഗ് പ്രസിഡന്റുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഗസ്റ്റ് ഓഫ് ദ വീക്കിലേക്ക് സ്വാഗതം. ഒരു യാഥാസ്ഥിക സമൂഹത്തിൻ്റെ യുവപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു സദാചാര പോലീസിനെ അംഗീകരിക്കുന്ന കേരളത്തിൽ 5% പോലും ആൾക്കാരുണ്ടാവില്ല. വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഇടപെടൽ നടത്തുന്ന ആരും അംഗീകരിക്കുന്നില്ല. എങ്കിലും അതിനെതിരായി ചെയ്ത സമര രീതിയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ സദാചാര പോലീസ് ഒരിക്കലും നമുക്ക് അതിനെ യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ നീതിൻ്റെ നിയമവ്യവസ്ഥകളുണ്ട്, പോലീസുണ്ട്, മറ്റെല്ലാ സംവിധാനങ്ങളുമുണ്ട്. അവർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതേ അവസരത്തിൽ ഇത്തരം തിന്മകളെ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാനുള്ള ആർജവം ഉണ്ടായിരിക്കണം. നമ്മൾ കേരളത്തിൽ നമ്മൾക്ക് സംസ്കാരമുണ്ട്, നമ്മൾ അഭിമാനിക്കുന്നവരാണല്ലോ നമ്മൾ. ഇപ്പോൾ പുറത്ത് ഉള്ള പല രാജ്യങ്ങളിലും പലതും നടക്കുന്നുണ്ടാവും. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. യൂറോപ്പിൽ പോയി ചുംബന സമരം എന്ന് പറഞ്ഞാൽ അതൊരു പ്രസക്തിയേ അല്ല എന്നതുപോലെ ഇപ്പോൾ അവിടെ നടക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് പറിച്ചു നടുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഭാവി തലമുറയെ എത്രമാത്രം അത് ദോഷകരമായി ബാധിക്കുമെന്ന് ഇതിൻ്റെ ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളെന്ന നിലയിൽ അതിനെക്കുറിച്ച് അല്പം വിവരിക്കാവും. തീർച്ചയായിട്ടും. അത് ഇപ്പം ബൈത്തുർ റഹ്മ, അതായത് ബൈത്തുർ റഹ്മ കാരുണ്യത്തിൻ്റെ ഭവനം എന്ന പേരിൽ ഒരു പദ്ധതി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി 2012 ഒരു പദ്ധതി രൂപം കൊടുത്തു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കണം എന്നൊരു ചർച്ച ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ വന്നപ്പോൾ അതിലുണ്ടായൊരു തീരുമാനമാണ് മലപ്പുറം ജില്ലയിലെ 100 പഞ്ചായത്തുകൾ, മലപ്പുറം ജില്ലയിലുള്ള 100 പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളും 7 മുനിസിപ്പാലിറ്റികളും അതിലെല്ലാം കൂടി ഒരു 150 വീടുകൾ നിർമ്മിച്ച് ശിഹാബ് തങ്ങളുടെ പേര് നിർമ്മിച്ച് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1500ഓളം വീടുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലുമായി നടന്നുകൊണ്ടിരിക്കുക. ഈ 1500 എന്നുള്ളതൊരു അവസാന സംഖ്യയല്ല, അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഭാഗം ആൾക്കാർക്കും ഒരു വാർഡിൽ ഏറ്റവും അർഹതപ്പെട്ട ആരാണോ, അത് മുസ്ലിം ആണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ ഹിന്ദു ആണെന്നോ നോക്കുന്നില്ല, അവിടെ അർഹതയാണ് അവിടെ നോക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ ഒരു 30% വീടുകളെങ്കിലും ഇതര സമൂഹങ്ങളിൽപ്പെട്ടവർക്കും ഞങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ സഹായിക്കാൻ എല്ലാ സമുദായങ്ങളിൽപ്പെട്ടവരും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സഹായിക്കാനും അതുപോലെ തന്നെ ഇതിനോടുള്ള സഹായവും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഒരു പൊതുജനകീയ പദ്ധതി, നന്മ മരിച്ചിട്ടില്ല, സമൂഹത്തിൽ എന്നും വെളിച്ചം വിതറിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിട്ട് അത് മുന്നോട്ട് പോവുകയാണ്. വളരെ നന്ദി. സന്തോഷം. താങ്ക് യു. When life is a dance, you gotta keep the groove. Sha-la la la la, la 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 la. Life is a party, you get up
electronics and home appliances. Life. Fun. Easy. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ കുവൈറ്റിലെ മൂന്നാമത് ശാഖയായ അൽ നഹീൽ ഇന്റർനാഷണൽ ക്ലിനിക് അബാസിയയിൽ 10,000 വരുന്ന ആരാധകരെയും ജൂഹി ചവള, കുഞ്ചാക്കോ ബോബൻ ഭാമ, ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KT മുഹമ്മദ് റബിയുള്ള എന്നിവരെയും സാക്ഷി നിർത്തി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് കണ്ട ഏറ്റവും വലിയ ജനസാഗരമായി ചടങ്ങിനെ മാറ്റിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. You are gold. You are diamond. You are pearl. So pure. So precious. So priceless. You are special. And you deserve the best. Joy Alucas, world's favorite jeweler. Women, we salute you. ദേവലോകത്തിന്റെ പശ്ചാത്തലത്തിൽ സീരിയൽ കഥയുമായി പ്രേക്ഷകരെ രസിപ്പിക്കാനെത്തുന്നു മത്യസുഖവും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റും. എന്റെ പൊന്നു മരുമക്കളെ, നിങ്ങൾ എന്നാടി തോറ്റുപോകാൻ കാരണം? അമൃതയിലെ കറുത്തമുത്തിന്റെ കണ്ണീര് ചവിട്ടി ഞങ്ങൾ തെന്നിപ്പോയതോ. മത്യസുഖുവിന്റെ മനസ്സിലാക്കാൻ പർദ്ദയണിഞ്ഞെത്തിയ സ്വപ്നസുന്ദരി ആരായിരിക്കും? City Flower presents Comedy Stars Season 2, powered by Enchanter. Brought to you by City Flower Department Stores, Riyadh, Dammam, Hafar Al Badin, Hail, Buraida, Jubail and Manama, Bahrain. Powered by Enchanter, the fragrance of French romance. In association with Sanford, touching your life every day. നിറത്തിന്റെ ഒപ്പം സംരക്ഷണവും നേടൂ. വാട്ടിക, color by nature. Don't just moisturize, get 3-way care with Himalaya Herbals. Protection improved, so you can do more. Ultima Electronics and Home Appliances, your ultimate choice. Soft and strong, Salpak toilet paper. Bright light, വിരൽ തുമ്പിലെ സൂര്യൻ. Puravankara, the art of development. ആദ്യം കുട്ടികൾ ഏറ്റെടുത്തു, പിന്നെ മുതിർന്നവരും. ബാല്യത്തിൽ നാം കണ്ട ഓമൽ കിനാവിലേറി പാഞ്ഞു പോയിടാ. എന്റെ മങ്കിപ്പൻ കാണുന്നില്ല. Monkey-pen? What's that? ആക്ച്വലി നിന്റെ പ്രശ്നമാണ്. പണ്ട് ഞാൻ പ്രേമിച്ചുകൊണ്ടിരുന്ന ആ പഴയ ജയസൂര്യയും മാസ്റ്റർ സനൂപും മുഖ്യവേഷങ്ങളിൽ തിളങ്ങിയ ബോക്സ് ഓഫീസ് ഹിറ്റ് മൂവി ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ ഇന്ന് രാത്രി 11 മണിക്ക് ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൽ. Himalaya presents Friday Prime Time Movie Festival. Brought to you by Don't just moisturize, get 3-way care with Himalaya Herbals. നമ്മുടെ അടുത്ത സെഗ്മെന്റ് പബ്ലിക് ഇൻക്വസ്റ്റ്. സദ്യയ്ക്ക് പപ്പടവും ഉത്സവത്തിന് ചെണ്ടമേളവും ഇല്ലാതെ മലയാളികൾക്ക് ഒരിക്കലും ആഘോഷം ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ തനിനാടൻ ചെണ്ടമേളം ഇന്ന് കുവൈറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്നതിനായിട്ട് തന്നെ ഒരാൾ നാട്ടിൽ നിന്ന് എത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ ആ നാടൻ തനിമേളം ഇപ്പോൾ കുറച്ച് ഈ ഉത്സവ സീസണുകളിൽ, ഓണം തുടങ്ങി ഇനി അത് ക്രിസ്മസ്, ഈദ്, ഇങ്ങനെ എല്ലാ വേദികളിലും ഇവർ ശിങ്കാരിമേളം കൊണ്ട് ആറാടുകയാണ്. നാടും വീടും വിട്ടെത്തി കുവൈറ്റിലെത്തി അല്പം ആശ്വാസത്തിന് വേണ്ടി ഇതുപോലുള്ള പരിപാടികൾക്ക് എത്തുന്ന മലയാളികൾക്ക് തികച്ചും കുളിര് ഊരുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ പ്രകടനം. കുവൈറ്റിലെത്തി
ഈ ശിങ്കാരിമേളം പരിശീലിപ്പിക്കാൻ വേണ്ടി തന്നെയാണല്ലോ താങ്കൾ എത്തിയത്? എന്താ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ടോം ടി തോമസ്. ടോം ടി തോമസ്. എവിടെ നാട്ടിൽ? അരീക്കര. അവിടെ നാട്ടിൽ ശിങ്കാരിമേളങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓക്കെ. ശിങ്കാരിമേളത്തിൻ്റെ പ്രത്യേകത എന്താണ് എടുത്ത് പറയാമോ? ശിങ്കാരിമേളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. നമുക്ക് കാതുകൾക്ക് നല്ല ഒരു ഇമ്പം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഓളം കൂടെയാണ്. ജോലി സമയം കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ സാധാരണ പ്രാക്ടീസ് വെക്കുന്നത്. ഇതിന് ശരിക്കും കഠിനമായൊരു പ്രാക്ടീസിൻ്റെ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും കഠിനമായിട്ട് പ്രാക്ടീസ് വേണം. അതുകൊണ്ട് കുടുംബത്ത് പ്രശ്നം ഉണ്ടാവുന്നില്ലേ? കുടുംബത്ത് പ്രശ്നമുണ്ട്. ഭാര്യയും നേഴ്സാണോ? ഭാര്യ നേഴ്സാണ്. ഓക്കെ. അപ്പം കുട്ടികൾ പഠിക്കുന്നുണ്ടോ? കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ മേള പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്നു? ഞങ്ങൾ സാധാരണ ആഴ്ചയിൽ 2 ദിവസമാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. വൈകുന്നേരങ്ങളിൽ ഹൈഡൈൻ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ 7 മണി തൊട്ട് 9 മണി വരെ 2 മണിക്കൂർ ആഴ്ചയിൽ 2 ദിവസം പ്രാക്ടീസ് ചെയ്യും. ഇതിന് നിങ്ങൾ ഇപ്പോൾ ഈ ആഴ്ച തോറും നടത്തുന്ന പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഉണ്ടോ? സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഞങ്ങൾക്ക് ഒന്നും എടുക്കാറില്ല. ഇതിന് കിട്ടുന്ന എന്തെങ്കിലും ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളത് പ്രത്യേകിച്ചും ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതിന് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യാനുള്ള ഉദ്ദേശം. ഇതിന് ആരും ഇതിന് കിട്ടുന്ന പൈസ ഷെയർ ചെയ്തുകൊണ്ട് പോവുകയോ ആരും പ്രത്യേകം ഒരു പർപ്പസിനായിട്ട് ഉപയോഗിക്കില്ല. എന്തൊരു സുഖം! തീർച്ചയായിട്ടും നമ്മുടെ നാടൻ മേളങ്ങൾ ഇതുപോലെ തനതായ രീതിയിൽ ഈ പ്രവാസ ലോകത്ത് എത്തിച്ച ഈ ചെറുപ്പക്കാർക്കിടയിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ കഥ പറയാനുണ്ടാവും. ഇത്രയും ഭാരമേറിയ ചെണ്ട ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്നെ കഥയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ നാടൻ തനി രൂപങ്ങൾ ഇങ്ങനെ ലോകത്തെമ്പാടും പ്രചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുവൈറ്റിൽ നടക്കുന്ന കലാമൂല്യമുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ അടുത്ത സെഗ്മെന്റ് കുവൈറ്റ് റാപ്സോഡി. വസന്തം തേരി വനമാലി നവനവ ഗോപികാ വസന്തം തേരി വനമാലി എൻ മനമുരുകും വിരഹതാപമറിയാതെന്തേ ഗോപികാ വസന്തം തേടി വനമാലി. ഗോപികാ വസന്തം തേടി വനമാലി നവനവ ഗോപികാ വസന്തം തേടി വനമാലി
സ്വന്തമാണിൻ രാധ അഴകിൽ നിറയും അഴകാം നിൻ അഴകിൽ നിറയും അഴകാം നിൻ വ്രതഭംഗികളറിയാൻ മാത്രം ഗോപികാ വസന്തം തേടി വനമാലി. നീലാംബരിയിൽ താനാടും വൃന്ദാവനികൾ പൂക്കുമ്പോൾ നീലാംബരിയിൽ താനാടും വൃന്ദാവനികൾ പൂക്കുമ്പോൾ ഇന്നെൻ തോഴി ഹൃദയം കവിയും ഗാനം വീണ്ടും പാടാം ഞാൻ കാളിന്തി അറിയുന്ന ശൃംഗാര വേഗങ്ങളിൽ കോപ്പാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമെൻ പരമംഗള കലികേ രാധികേ വരൂ വരൂ നിലാവിൻ പാർവള്ളിയിലാടാനോ മനെ വരൂ വരൂ വസന്തം പൂന്തേൻ ചോരാറായി കരവീരത്തളിരിരളിൽ മാകന്ത പൊന്നിലയിൽ രാസലോലയാമമാകെ തരളിതമായി ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമെൻ വരമംഗളകലികേ ആ When life is a dance, you gotta keep the groove. Sha-la-la-la-la, la-la-la-la-la-la. Life is a party, you get up and move. Sha-la-la-la-la, la-la-la-la-la. When life is a song, you gotta write some pop. When life is a celebration, gotta stay on top. La-la-la-la-la, la-la-la-la-la-la. Icon Electronics and Home Appliances. Life. Fun. Easy. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ കുവൈറ്റിലെ മൂന്നാമത് ശാഖയായ അൽ നഹീൽ ഇന്റർനാഷണൽ ക്ലിനിക് അബാസിയിൽ 10,000 വരുന്ന ആരാധകരെയും ജൂഹി ചവള, കുഞ്ചാക്കോ ബോബൻ ഭാമ, ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KT മുഹമ്മദ് റബിയുള്ള എന്നിവരെയും സാക്ഷി നിർത്തി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് കണ്ട ഏറ്റവും വലിയ ജനസാഗരമായി ചടങ്ങിനെ മാറ്റിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. You are gold. You are diamond. You are pearl. So pure. So precious. So priceless. You are special. And you deserve the best. Joya Lucas, world's favorite jeweler. Women, we salute you. കേരളത്തിലെ സദാചാര ഗുണ്ടായുസത്തിന് മറുപടി ചുംബന സമരമോ? ഒരു ആണും പെണ്ണും ഒറ്റയ്ക്ക് നടന്നു പോയാൽ ധാർമ്മികമായിട്ട് ഇവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആഭാസത്തെയാണ് ഞങ്ങൾ എതിർത്തോളൂ. കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോട്ടേക്കും ചുംബന വിവാദം കത്തിപ്പടരുമ്പോൾ തീപാറുന്ന ഒരു സംവാദം. താഴത്തെ യുവതലമുറയിലെ കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ഇതിന് കിട്ടുന്നത്? കിസ് ചെയ്യാനോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന അവരുടെ റൈറ്റാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിക്കുന്ന തന്റെ ചിത്രങ്ങളെക്കുറിച്ച് ഹൈദരാബാദിലെ മലയാളി വിദ്യാർത്ഥിനി അരുൺതതി ഇതാദ്യമായി തുറന്നു പറയുന്നു. ചിത്രം തന്നെയായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരനും എനിക്കിഷ്ടമുണ്ടെങ്കിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതിൽ എത്തി നോക്കാൻ നിങ്ങളാര്?
ശ്രീരോഷ് പ്രോപ്പർട്ടീസ് പ്രസൻസ് നമ്മൾ തമ്മിൽ. ശ്രീരോഷ് പ്രോപ്പർട്ടീസ് ഗ്രീൻ ഏക്കേഴ്സ് പ്രീമിയം വില്ലാസ് അറ്റ് കണ്ണൂർ ഇൻ അസോസിയേഷൻ വിത്ത് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. ബമ്പർ പ്രൈസ് നിസാൻ ടെറാനോ സ്വന്തമാക്കൂ. ഡോണ്ട് ജസ്റ്റ് മോയ്സ്ചറൈസ്, ഗെറ്റ് 3-way കെയർ വിത്ത് ഹിമാലയ ഹെർബൽസ്. അലോൻസ ഹോം അപ്ലയൻസസ്, one brand, over 200 products. പോയ വാരത്തിലെ കുവൈറ്റ് വിശേഷങ്ങൾ അതിന്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന അടുത്ത സെഗ്മെന്റ് കുവൈറ്റ് വീക്ക്ലി അപ്ഡേറ്റ്സ്. ഇരുപത് മീറ്റർ നീളത്തിൽ ചോക്ലേറ്റ് കേക്ക് നിർമ്മിച്ചുകൊണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചോക്കോ ഫെസ്റ്റിന് തുടക്കമായി. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അവയവദാന ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ 2000-ഓളം ഇന്ത്യക്കാർ അവയവദാന സമ്മതപത്രം ഒപ്പിട്ട് നൽകി. ചടങ്ങിൽ ആരോഗ്യ മന്ത്രാലയ മേധാവി ഡോക്ടർ മുസ്തഫ അവാസി മുഖ്യാതിഥിയായിരുന്നു. ഫാദർ ഡേവിസ് ചിറമേൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫാദർ ചിറമേലിന്റെ സാന്നിധ്യം തികച്ചും അഭിനന്ദനീയമായിരുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താക്കൾ പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ 20ാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ചടങ്ങുകൾ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ശ്രീ ശിവസാഗർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ ശ്രീ തലാൽ അൽ ജെറി, പ്രിൻസിപ്പൽ ശാന്താമറിയം, വൈസ് പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 6000-ലധികം വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച നിരവധി കലാപരിപാടികൾ ആയിരക്കണക്കിന് കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുന്നതായിരുന്നു. ആദ്യമായി കുവൈറ്റിലെത്തിയ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കാണാൻ ആയിരക്കണക്കിന് ആരാധകർ തടിച്ചുകൂടി. എല്ലാവർക്കും ശുഭരാത്രി, നന്മ വരട്ടെ. എല്ലാവർക്കും ആരോഗ്യം നേരുന്നു. ആരോഗ്യ സമ്പന്നരായി നിങ്ങൾ എല്ലാവരും സന്തോഷമായി ദീർഘകാലം ജീവിക്കുക. സന്തോഷം. മമ്മൂട്ടിയെ കൂടാതെ പ്രശസ്ത സിനിമാ താരങ്ങളായ ജൂഹി ചൗള, കുഞ്ചാക്കോ ബോബൻ, ഭാമ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് കുവൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പെഷ്യലാണ് ഈ ഒരു വിസിറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയും ഈ ചടങ്ങിൽ വരുമ്പോൾ ഞാൻ ഓണേഡ് ആവുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവും എനിക്കുണ്ടായത്. സുഖമാണോ? താങ്ക് യു. ഷിഫ അൽ ജസീറയുടെ 3ാമത്തെ ശാഖയുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മമ്മൂട്ടി. സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹായിടവക ആദ്യഫല പെരുന്നാൾ സംഘടിപ്പിച്ചു. നവംബർ 21 ഹവല്ലി അൽ ദജീജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ അരങ്ങേറിയത്. ഈ ആഴ്ചത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം info@connectionsmedia.com. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ജ്യോതി സൈനിങ് ഓഫ്. Lulu Hypermarket presents Times of Kuwait. Life fun easy. Powered by ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 3ാമത് ശാഖ കുവൈറ്റ് അബ്ബാസിയയിൽ. In association with Joya Lucas. Women, we salute you.